സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, ലമ്മാ ഖലഖല്ലാഹു തആല ആദമ മസഹ ലഹ്റഹു ഫസഖത മിൻ ലഹ്രിഹി കുല്ല നസമത്തിൻ ഹുവ ഖാലിഖുഹാ മിൻ ദുർരിയതിഹി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു തടവി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുറത്തു നിന്നും അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്നും അന്ത്യനാൾ വരെ പ്രപഞ്ചത്തിലേക്ക് വരാൻ പോകുന്ന സന്താന പരമ്പരകൾ പുറത്തു വന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ അല്ലാഹു തടവിയപ്പോൾ അന്ത്യനാൾ വരെ പ്രപഞ്ചത്തിലേക്ക് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരും ആ സമയം പുറത്തു വന്നു. അപ്പോൾ വജഅല ബൈന കുല്ല ഐനൈ കുല്ലി ഇൻസാനിൻ മിൻഹു വബീളം മിൻ നൂർ. ആ സമയത്ത് ഓരോരുത്തരുടെയും ഇരു കണ്ണുകൾക്കിടയിൽ ഒരു പ്രത്യേകമായ പ്രകാശത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ആ വന്ന മുഴുവൻ സന്താനങ്ങളെയും മുഴുവൻ സൃഷ്ടികളെയും ആദം നബിയുടെ മുമ്പിൽ അല്ലാഹു വെളിവാക്കി പ്രദർശിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഐ റബ്ബി മൻ ഹൗലാ, ആരാണിവർ? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഹൗലാഇ ദുർരിയതുക്, ആദമേ, ഇതൊക്കെ നിന്റെ മക്കളാണ്. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരു കോപ്പി, ഇന്നങ്ങനെയാണല്ലോ പറയുന്നത്, അതിന്റെ ഒരു കോപ്പി എന്ത് ചെയ്തു? ആദം നബിയുടെ മുമ്പിൽ കാണിച്ചു. ആദം നബി ചോദിച്ചു, ആരാണിത്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇത് നിന്റെ മക്കളാണ്, നിന്റെ സന്താനങ്ങളാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ കണ്ണുകൾക്കിടയിൽ വല്ലാത്ത പ്രകാശമായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ പ്രകാശം ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹം റബ്ബിനോട് ചോദിച്ചു, ഐ റബ്ബി, ഇതാരാണ്? പ്രത്യേകമായ പ്രകാശമുള്ള ഈ മനുഷ്യൻ ആരാണ്? അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയപ്പെട്ടു, ഇത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദാവൂദ് നബിയാണ് പ്രത്യേകമായി തിളക്കമുള്ള ഈ മനുഷ്യൻ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ ആയുസ് എത്രയാണ്? കം ജഅൽത ഉംറ, ഇദ്ദേഹത്തിന് എത്ര വർഷം വരെ ജീവിക്കാനുള്ള ആയുസ്സാണ് നീ തീരുമാനിച്ചിട്ടുള്ളത്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, 60 സന, 60 വർഷം. 60 വർഷം വരെ ഈ ദാവൂദ് ജീവിക്കും. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഐ റബ്ബി, അല്ലാഹുവേ, സിദ്ഹു മിൻ ഉംദി 40 സന, ഈ മനുഷ്യന്റെ ആയുസ് 60 വർഷമാണല്ലോ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്, എങ്കിൽ എന്റെ ആയുസ്സിൽ നിന്ന് ഒരു 40 വർഷം കൂടി എടുത്തിട്ട് ഈ മനുഷ്യന് നൽകുക. എന്റെ ആയുസ്സിൽ നിന്നൊരു 40 വർഷം ഇദ്ദേഹത്തിന് നൽകുക. അങ്ങനെ 100 വർഷം ജീവിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദാവൂദ് നബിക്ക് വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൃഷ്ടികൾ, അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരകൾ ഭൂമിയിലേക്ക് ഓരോന്നായി വരാൻ തുടങ്ങി. ആദ്യം വന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ച് അവസാനം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയമായപ്പോൾ മലക്കുൽ മൗത്ത് ആദം നബിയുടെ മുമ്പിലേക്ക് വന്നു. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, അവലം യബ്ക മിൻ ഉംരി 40 സന, എന്റെ ആയുസ് തീർന്നോ? 40 വർഷം കൂടെ ബാക്കിയുണ്ടല്ലോ എനിക്കിനി ജീവിക്കാൻ. ഞാൻ മരിക്കാൻ തീരുമാനിക്കപ്പെട്ട 40 വർഷത്തിന് മുമ്പാണോ നീ എന്റെ റൂഹിനെ പിടിക്കാൻ വരുന്നത്? മലക്കുൽ മൗത്തിനോട് ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു. അപ്പോൾ ആ മലക്കുൽ മൗത്ത് പറഞ്ഞു, അവലം തുഅതിഹ ഇബ്നക ദാവൂദ്, നീ ആ 40 വർഷം നിന്റെ മകനായ ദാവൂദിന് കൊടുത്തത് ഓർമ്മയില്ലേ? അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാം നിഷേധിച്ചു, ഞാനൊന്നും കൊടുത്തിട്ടില്ല.
എന്താണ് ഈ പറയുന്നത്? ഞാൻ 40 വർഷം കൊടുത്തുന്നോ? ഞാൻ അങ്ങനെ നൽകിയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദം അത് നിഷേധിച്ചപ്പോൾ ഫജഹദത് സുർരിയതു, പിന്നീട് ആദമിന്റെ സന്താന പരമ്പരകളിലും നിഷേധഭാവം പ്രകടമായി. ആദം നിഷേധിച്ചത് കൊണ്ടാണ് നമ്മളും ഒരു കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാം മറന്നു. അങ്ങനെ ആദമിന്റെ സന്താന പരമ്പരകളിലും മറക്കുന്ന ഒരു സ്വഭാവം പ്രകടമായി. മറന്നാണല്ലോ പഴം തിന്നത്. അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മറന്ന് പിഴവ് പറ്റിയ പഴം തിന്നു. ആദം അന്ന് മറന്നതുകൊണ്ടാണ് മനുഷ്യനും പിന്നീട് മറക്കാൻ തുടങ്ങിയത്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി. അങ്ങനെ ആദമിന്റെ സന്താന പരമ്പരകളും തെറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായി മാറി. പ്രവാചകൻ ഈ ചരിത്രം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠമെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ കഴിവാണ് മനുഷ്യരെ സൃഷ്ടിക്കാനും അന്ത്യനാൾ വരെ വരാനുള്ള മുഴുവൻ ജീവികളെയും പുനർജീവിപ്പിക്കാനുമുള്ള അള്ളാഹുവിന്റെ കഴിവാണ് ഈ സംഭവത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. ആദം നബിയുടെ മുതുകിൽ നിന്നും അല്ലാഹു തആല സന്താന പരമ്പരകളെ കൊണ്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എല്ലാവരെയും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു മുൻ മാതൃകയുടെ ആവശ്യമില്ല. നമുക്കങ്ങനെയല്ല. നമുക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒരു മോഡൽ വേണം, അല്ലെ? ഏത് വസ്തു നിർമ്മിക്കണമെങ്കിലും ഒരു മുൻമാതൃക വേണം. പക്ഷെ അള്ളാഹുവിന് മുൻമാതൃകയുടെ ആവശ്യമൊന്നുമില്ല. ഒരു വസ്തുവിനെ സൃഷ്ടിക്കാനും ആ വസ്തുവിൽ നിന്ന് അതുപോലെയുള്ളത് പിന്നീട് വേണമെങ്കിൽ പുനർസൃഷ്ടിക്കാനുമുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്നാണ് ഈ ചരിത്രത്തിന്റെ ആദ്യ ഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത്, എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. മുസ്ലിമിന്റെ മക്കളാണെങ്കിലും അമുസ്ലിമിന്റെ സന്താനങ്ങളാണെങ്കിലും എല്ലാവരും പിറന്നു വീഴുന്നത് ഫിത്രത്തിലാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ശുദ്ധ പ്രകൃതം. അതായത് മുസ്ലിമായിട്ടാണ് എല്ലാവരും പിറന്നു വീഴുന്നത്. കാരണം എല്ലാവരും ആദമിൽ നിന്ന് നേരിട്ടുണ്ടായതാണ്. ആരും കുരങ്ങനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ കുരങ്ങന്മാർ. യഥാർത്ഥത്തിൽ അത് മനുഷ്യന്റെ അഭിമാനത്തെ ഇല്ലാതാക്കല. നീ കുരങ്ങിന്റെ മോനാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അഭിമാനം ഉണ്ടാവുമോ? ആർക്കും അഭിമാനം ഉണ്ടാവൂല. അതേസമയം നീ നല്ലൊരു ആൺകുട്ടിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ അഭിമാനമുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല ആദമിൽ നിന്ന് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എല്ലാവരും പ്രവാചകൻ പറഞ്ഞു, എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നീട് അവന്റെ മാതാപിതാക്കളാണ് അവന്റെ മാതാപിതാക്കളാണ് ആ മക്കളെ യഹൂദിയാക്കുന്നത്, മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കുന്നതും അവന്റെ മാതാപിതാക്കളാണ്. അപ്പൊ എല്ലാവരും ജനിച്ചു വീഴുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പരുവപ്പെട്ട ഹൃദയവുമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവരെ ക്രിസ്ത്യാനികളും ഹിന്ദുവും ജൂതനും മജൂസിയും ഒക്കെ ആക്കി മാറ്റുന്നത് അവന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു ജനിച്ചു വീണ സമയത്ത് ഒരു കുഞ്ഞ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കുഞ്ഞ് മരണപ്പെട്ടാൽ ആ കുഞ്ഞ് സ്വർഗത്തിലേക്കുള്ള കുഞ്ഞാണ്. അവിടെ ക്രിസ്ത്യാനിയുടെ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ കുഞ്ഞാണെന്നോ ഒന്നുമില്ല. കാരണം അവർ ജനിച്ചു വീഴുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമികമായ ഒരു ഹൃദയത്തോടു കൂടിയാണ്. അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സന്താന പരമ്പരകളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠം. ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ സന്താന പരമ്പരകളെയും ആദം നബി അലൈഹിസ്സലാം കണ്ടിട്ടുണ്ട്. നമ്മളെയൊക്കെ ആര് കണ്ടിട്ടുണ്ട്? ആദം നബി അലൈഹിസ്സലാം നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ ഇരിക്കുന്നതും നമ്മൾ ചിരിക്കുന്നതും എല്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠം, സ്വഭാവങ്ങളും പ്രകൃതങ്ങളും ചിലപ്പോൾ പിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകർന്നു കിട്ടും. അത്
മനഃശാസ്ത്രപരമായ ഒരു വശം കൂടിയാണ്. എന്റെ മകൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ ഉത്തരം ആദ്യം നാം അന്വേഷിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു കുട്ടി അവന്റെ വലത് കൈ കവളിന്റെ അടിയിൽ വെച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ അതിന്റെ അർത്ഥം വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ പിതാവും അങ്ങനെ ഇരുന്നിട്ടുണ്ട് എന്നാണ്. അതല്ല, അപ്പൊ കുട്ടികൾ ചെയ്യുന്ന ഓരോ സ്വഭാവവും അത് പിതാക്കന്മാരിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ അറബിയിൽ പറയുക അൽ വലദു സിർറു അബി, കുട്ടി എന്നുള്ളത് പിതാവിന്റെ രഹസ്യമാണ്. കുട്ടി പിതാവിന്റെ രഹസ്യമാണ്. ഇവിടെ ആദം നബി അലൈഹിസ്സലാം നിഷേധിച്ചപ്പോ ആ സ്വഭാവം ആർക്കും കിട്ടി? മനുഷ്യനും കിട്ടി. ആദം നബി അലൈഹിസ്സലാം മറന്നപ്പോ ആ സ്വഭാവം മനുഷ്യനും കിട്ടി. ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തപ്പോ ആ സ്വഭാവം മനുഷ്യനും കിട്ടി. അപ്പൊ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എന്റെ അത്ത ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ വാപ്പ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അതിനുള്ള അവകാശമില്ല. കാരണം തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും പാപികളാണ്. പക്ഷേ പാപം ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് തൗബ ചെയ്യുന്ന ആളുകളാണ്. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിന്റെ പല സമയങ്ങളിലും സ്വമേധയാ ചെയ്ത തെറ്റുകളുണ്ട്, നിർബന്ധപൂർവം ചെയ്യപ്പെട്ട തെറ്റുകളുമുണ്ട്. ആ തെറ്റുകളെല്ലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ഏത് രാത്രി? ഇന്നത്തെ 27-ാം രാവ്. കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ അതിലും പ്രധാനപ്പെട്ട ഇതുപോലെ തന്നെ ഈ ദിവസം പോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ രാത്രി 25-ന്റെ രാവ് പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവായിരുന്നു 25-ന്റെ രാവ്. നമ്മൾ ആ സമയത്ത് ഉറക്കമായിരുന്നു. നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 27-ാം രാവിന് ഫുഡ് ഉള്ളത് കൊണ്ട് നമ്മൾ വരും. അങ്ങനെയല്ല, എല്ലാ രാത്രികളും വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ്. ഇന്ന് വളരെ സുപ്രധാനമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് നല്ല കുട്ടികളായി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് റമദാനിൽ ഇനിയുള്ള സമയങ്ങൾ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. രണ്ട് ഭാഗ്യമാണ് അല്ലാഹു തആല നമുക്ക് ഒരുമിച്ച് നൽകാൻ പോകുന്നത്. ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, രണ്ട് വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് പകലിൽ എല്ലാവരും അല്പസമയം കിടന്നുറങ്ങുക. ജോലിയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ അല്പസമയം പകലിൽ ഉറങ്ങാനുള്ള സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പാതിരാവിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ നാം അറിയാതെ ഉറങ്ങിപ്പോകും. ഇന്നത്തെ രാത്രി ഹയാത്താക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.